ജാമ്യത്തിലിറക്കി ഇപ്പൊ അളിയന്മാരെ കോടതി കേട്ടുള്ള പരിപാടിയാ. എന്തിനുള്ള പുറപ്പാടാ? എന്നാ ഒന്ന് കാണാം. ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാഴി നിക്കണ പോലെ? എന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ. അയ്യോ, ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചാടാൻ പോകുന്നേ? എലി എനിക്ക് ഭയങ്കര പേടിയാ. മിസ്റ്റർ, എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ പട്ടി. ഒരു ആത്മസംയമനം മിണ്ടി പോകരുത്. കുറെ നേരായിട്ടോ സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഒന്നുകളെ ഞാൻ ഈ കൊക്കിന്റെ ഓരോന്നും ഞെക്കിയാ മതി. താങ്ക് യു. ഇനി ഞാൻ പോയി വരട്ടെ. രാത്രിയിൽ യാത്രയില്ല. പുറത്താരോടും പറയണ്ട, കുറച്ചിലെനിക്കാ. ഓക്കെ. ഇതും ഒരു അളിയൻ. വലിയ വലിയ കൊടുത്തോ. തല്ലാനൊന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു കളഞ്ഞു. അയ്യേ വാഷളെ, താനൊന്ന് പോണോ. അവൻ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. മാഷേ, ഒരു സംശയം. ആരാ കാക്ക, ആരാ കൊക്ക്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ? മാഷേ, എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത്. ചക്കിനോ? അതെ. മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട്. കേൾക്കണോ? ഇരിക്ക്. തന്തയ്ക്ക് ജനിക്കാത്തവൻ, നിന്നിടം തുറക്കുന്നവൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ, കുടിക്കുന്ന വെള്ളത്തിൽ. ഇന്ന് അവനോട് തോച്ചിട്ട് കാര്യം വേണ്ട, ഇപ്പൊ പോവണ്ട. കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി. ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും. തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തന്ത, നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ. എടാ, ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത്. അരിമണിക്ക് വകയില്ല. ഹൗ ഹൗ തരിവളയ്ക്ക മോഹം. ശാകാൻ പോലും യോഗമില്ലാത്ത ജന്തു. ഇവിടെ കൊന്നുകളയും ഞാൻ. വരുന്നില്ലേ നിങ്ങളെ? ഇതാ വരുന്നു. എടാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് ചത്ത് കാണിക്കും. ഇവിടെ നോക്ക്. അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ, ഉറച്ച് ചവിട്ടി ശരിപ്പെടുത്തി കളയും. ഇതാ വരുന്നു മഹാലക്ഷ്മി. ഓ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി. മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും. എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എൻ്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും. ചന്ദ്രോത്തെ മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം പരേതൻ. എടാ ഡ്രില്ല് മോശേ, ജീവിക്കാൻ സമ്മതിക്കാത്ത പട്ടി, തീറ്റിക്കൂടാ ഞാൻ. ദൈവമേ,